ആത്മാവ് പറയും നമ്മൾ ചെയ്താവുണ്ടല്ലോ, ഈ ആ ഒരാഴ്ച തന്നെ ആ കാര്യം പുള്ളി ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് എന്താണെന്ന് അറിയാമോ? എത്ര സന്തോഷമാണ്. നമ്മുടെ ജീവിതത്തിലെ രഹസ്യപാപങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണെന്ന് പറയാം, വിടുതല. ഇതുപോലെ ചിലപ്പോൾ ഏത് വിഷയവും നമുക്കറിയത്തില്ല. ചിലപ്പോൾ ചെറിയ വിഷയമായിരിക്കും. ഇപ്പം നമ്മൾ ഈ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ഞാൻ ലാബിൽ ജോലി ചെയ്തപ്പോൾ എനിക്കറിയാം, പ്രൈസലോട് നോക്കിക്കഴിയുമ്പോൾ ചെറിയതുണ്ടല്ലോ വലുതായിട്ട് കാണും. മറ്റുള്ളവർക്ക് അതൊരു വലിയ കാര്യമല്ല. Others may it's nothing. For me, I cannot do it. നമ്മുടെ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ ചെറിയ കാര്യം വലുതായിട്ട് നമുക്കത് തോന്നും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അപ്പം ആകാനെ കണ്ടുപിടിച്ചു. ആകാനെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അവനെ മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേൽ മക്കൾ അവിടെ ജയിച്ചത്. അല്ലാതെ എത്ര പറഞ്ഞു ഉപസിക്കും കരയുകയും എന്നൊക്കെ ചെയ്യുന്ന കാര്യം നടക്കത്തില്ല. നമ്മുടെ ജീവിതത്തിലെ രഹസ്യപാപങ്ങളെ കണ്ടുപിടിച്ച് അതിനെ റിമൂവ് ചെയ്തപ്പം പറഞ്ഞു അവളെ പ്രൈസ് ദി ലോർഡ്, ആ തോറ്റെടുത്ത് തന്നെ ജയിപ്പിച്ചു. അല്ലാതെ അവിടെ പോയി എക്സിറ്റ് എടുക്കാൻ പറഞ്ഞില്ല. വേറെ അത് നടക്കത്തില്ല ബ്രദറെ, കന്നഡ പറഞ്ഞത് ആകില്ല ബ്രദറെ. അകത്തെ അത് നടക്കും. God is a God of restoration. He's a covenant keeping God. നമ്മുടെ ദൈവം a God of restoration. എവിടെ തോറ്റോ അവിടെ തന്നെ ജയിക്കും. എക്സിറ്റ് എടുക്കണ്ട, അവിടെ തന്നെ ജയിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. Our God is a mighty God, El Shaddai, God who is more than enough. ആ തോറ്റെടുത്ത് തന്നെ ജയിപ്പിക്കും. പിന്നെ മൂന്നാമത്തെ എന്തായിരുന്നു ശത്രു എന്ന് പറയാമോ? മൂന്നാമത്തെ സാത്താനെ പറ്റി അറിയാമല്ലോ. ഈ ഇസ്രായേൽ മക്കൾ ഗിബിയോനിൽ വന്ന് എവിടെ വന്നറിയാമോ? പിന്നെ നമുക്ക് അറിയാമോ, എടുത്തു വായിക്കാം. Joshua. Hallelujah. Jesus. Somebody say Jesus. ഞാനെന്ന് വേറെ ഭാഗം വായിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഓക്കെ, ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 9. അപ്പം ചാപ്റ്റർ 8 അവർ ജയിച്ചു. അപ്പം ജഡത്തെ അവർ ജയിച്ചു. ഇനിയും സാത്താനെ ജയിക്കട്ടെ. സാത്താനെ ജയിക്കുന്നത് എങ്ങനെയാണോ? ഗിബിയോന്യർ വന്നു. ഗിബിയോന്യർ എങ്ങനെയാണെന്നറിയാമോ? ഇസ്രായേൽ മക്കളുടെ അടുക്ക് വന്നത്. എടുത്ത് വായിച്ചു. Verse 3. Book of Joshua chapter 9 verse 3. യോശുവയുടെ പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യം തൊട്ട് വായിച്ചാട്ട്, മലയാളത്തിൽ വായിച്ചാട്ട്. പെട്ടെന്ന് വായിച്ചാട്ട്. യോശുവ യെരിഹോവിനോടും ഹായിയോടും ചെയ്തത് ഗിബെയോൻ നിവാസികൾ കേട്ടപ്പോൾ അവർ ഒരു ഉപായം പ്രയോഗിച്ചു. ഒരു ഉപായം. അപ്പൊ സാത്താന്റെ പണി എന്ന ഉപായം ഉപയോഗിക്കുന്നു. സാത്താന്റെ ജോലി എന്താണെന്നറിയാമോ? ഉപായം ഉപയോഗിക്കുക. ഉപായം ഉപയോഗിച്ചു. വായിച്ചാട്ട്. ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി, പഴയ ചാക്കുകളും പഴയതും കീറിയതും തുന്നിക്കെട്ടിയതുമായ വീഞ്ഞു തുരുത്തികളും കഴുതപ്പുറത്ത് കയറ്റി പഴക്കം ചെന്ന് കണ്ടം വെച്ച ചെരുപ്പ് കാലിലും പഴയ വസ്ത്രം ദേഹത്തിൽ ധരിച്ചു പുറപ്പെട്ടു. അവരുടെ ഭക്ഷണത്തിന് ഉള്ള അപ്പവും എല്ലാം ഉണങ്ങി പൂത്തിരുന്നു. അവർ ഗിൽഗാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ചെന്ന് അവനോടും ഇസ്രായേൽ പുരുഷന്മാരോടും ഞങ്ങൾ ദൂരദേശത്ത് നിന്ന് വന്നു ആകയാൽ ഞങ്ങളോട് പിശാചിന്റെ തന്ത്രം എന്താണെന്നറിയാമോ? ഞങ്ങൾ ദൂരദേശത്ത് വന്നിരിക്കുന്നു. ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം എന്ന് പറഞ്ഞു. ഇസ്രായേൽ പുരുഷന്മാർ ആ ഹിബ്യരോട്, പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരായിരിക്കും, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അവർ യോശുവയോട് ഞങ്ങൾ നിന്റെ ദാസന്മാരാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ അവരോട് നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞത്, അടിയങ്ങൾ നിന്റെ ദൈവമായ യഹോവയുടെ നാമനിമിത്തം ഏറ്റവും ദൂരത്തു നിന്ന് വന്നിരിക്കുന്നു. അവന്റെ കീർത്തിയും അവൻ മിസ്രയീമിൽ ചെയ്തതൊക്കെയും ഹെസ്ബോൻ രാജാവായ സീഹോൻ, അസ്തരോത്തിലെ ബാസാൻ രാജാവായ 12 ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ പുറപ്പെട്ട നാളിൽ ഭക്ഷണത്തിനായി ഈ അപ്പം ചൂടോടെ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് എടുത്തതാകുന്നു. ഇപ്പോൾ ഇതാ അത് ഉണങ്ങി പൂത്തിരിക്കുന്നു. ഞങ്ങൾ വീഞ്ഞ് നിറച്ചു കൊണ്ടുപോകുന്ന ഈ തുരുത്തികൾ പുത്തനായിരുന്നു, ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു. ഞങ്ങളുടെ ഈ വസ്ത്രവും ചെരുപ്പും അതിദീർഘ യാത്രയാൽ പഴക്കമായിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ ഇതാണ് വാക്യം. അപ്പോ
അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ വായിച്ചോളൂ, ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു. അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു. പിന്നെ യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോടെ രക്ഷിക്കുമെന്ന് ഉടമ്പടിയും ചെയ്തു. അപ്പോൾ ദൈവം പറഞ്ഞെന്തോ അറിയാമോ? നിങ്ങൾ ചെല്ലുന്ന ദേശത്ത് ആ ജാതികളോട് ഉടമ്പടി ചെയ്യരുത് എന്ന് പറഞ്ഞു. ഉടമ്പടി ചെയ്താൽ നീ അതുവരെ നിനക്കൊരു കണിയായിരിക്കും എന്ന് പറഞ്ഞു ദൈവം പറഞ്ഞു. അപ്പൊ നോക്കിക്കേ, ശത്രു എങ്ങനെയാ വരുന്നറിയാമോ? ഉപായരൂപേണ. അപ്പൊ എന്തോ അവർ അപ്പോ കെടുതോ ഞങ്ങൾ നോക്കിയേ, ഞങ്ങൾ അപ്പോ നോക്കിക്കേ, ഇതെല്ലാം പൂത്തിരിക്കുക. ഞങ്ങൾ ദൂരദേശത്ത് വരിക. അവസാനം വന്നെന്നറിയാമോ? ഇസ്രായേൽ ജനം യോശുവ വരെ തെറ്റിപ്പോയി. യഹോവയോട് ചോദിക്കാതെ എന്ത് ചെയ്യുന്നറിയാമോ? അത് പറഞ്ഞ് കേൾക്കണം. യഹോവയോട് ചോദിക്കാതെ അവർ ഭക്ഷണം ആസ്വദിച്ചു. ആസ്വദിച്ചു കഴിഞ്ഞപ്പോ എന്തോ സംഭവിച്ചെന്നറിയാമോ? അവരോട് സഖ്യത ചെയ്തു. അത് അവർക്ക് കണിയായി തോന്നി. അപ്പൊ 3 ശത്രുവുണ്ട്. ഒന്ന് ലോകത്തെ എങ്ങനെയാണ് ജയിക്കുന്നത്? വിശ്വാസത്താൽ ജയിക്കുന്നു. രണ്ടാമത് ജഡത്തെ എങ്ങനെ എങ്ങനെ ഓവർകം ചെയ്യുന്ന എങ്ങനെ? നമ്മുടെ ജീവിതത്തിലെ രഹസ്യ ഭാവങ്ങളെ കണ്ടുപിടിക്കണം. അങ്ങനെ ജഡത്തെ നമ്മൾ ജയിക്കണം. മൂന്നാമത് ശത്രുവിനെ ജയിക്കണം. ശത്രു എങ്ങനെ വരുന്നു? ഉപായരൂപേണ വരുന്നു. സ്തോത്രം. അപ്പൊ ശത്രു വരുന്ന സമയത്ത് എന്താ അറിയാമോ? ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തോട് ചോദിക്കണം. ശത്രു എങ്ങനെ വരുന്ന അറിയാം? പല വിധത്തിൽ കടന്നു വരും. പറഞ്ഞു പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, the enemy is like a roaring lion. യൂദയിലെ സിംഹം ആരാണ്? യേശു. ഈ ലയൺ ആരാണ്? ഫേക്ക് ലയൺ. ഈ ശത്രു ഒരു ഈ ഒരു അലറുന്ന സിംഹം എന്ന പോലെ ദൈവത്തിന്റെ ജനത്തിന് ചുറ്റും അലറിക്കൊണ്ടിരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സിംഹം നമ്മൾ ഉള്ളിലുണ്ടോ? അപ്പോൾ നമ്മുടെ ഇവിടെ ദൈവത്തിന്റെ ജനത്തിനൊന്ന് പരാജയം പറ്റിയതെന്ന് അറിയാമോ? അവർ യഹോവയുടെ ആലോചന ചോദിക്കാതെ അതെടുത്ത് ആസ്വദിച്ചു. പിന്നെ ഗിബിയോനിൽ അവർ വിചാരിച്ചെന്നറിയാമോ? അവർ നിന്നോട്ട് തുണി അലക്കാൻ ഇരുന്നോട്ടം, കല്ല് വെട്ടാനും വിറവ് വെട്ടാനൊക്കെ ഇരുന്നോട്ടം. അതവർക്ക് കണിയായി തോന്നി. അപ്പോൾ ഈ 3 ശത്രുക്കളാണ് നമുക്കുള്ളത്. ഒന്ന് നമ്മുടെ ജഡം, 2 സ്തോത്രം ലോകം, 3 എങ്ങനെയാ? അപ്പോൾ യഹോവയോട് ചോദിക്കാതെ ആസ്വദിക്കരുത്. ഞാൻ പറഞ്ഞുതരാം, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സ്തോത്രം. അപ്പം നമ്മൾ കഴിക്കുന്നതൊക്കെ വളരെ ക്രമീകരിക്കും. ഞാനൊക്കെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ ചിലർ ഹിന്ദുക്കളുടെ കല്യാണത്തിനൊക്കെ അവിടുത്തെ സ്കൂളൊക്കെ നടത്തുന്നതുകൊണ്ട് എല്ലാവരും വലിയ ഗവൺമെൻറ് ഓഫീസേഴ്സൊക്കെ എന്നെ മാരേജിന് വിളിക്കും. ഞാൻ എങ്ങനെയാണ് ഒഴിഞ്ഞു മാറി? ഞാൻ പറഞ്ഞ ഒഴിഞ്ഞു മാറിക്കളെ. കാരണം ഉണ്ടല്ലോ, അവരുടെ അമ്പലത്തിൽ ചെല്ലണം. ഞാൻ ഒഴിഞ്ഞു മാറും. കണിയും കുരുക്കുമായി തീരും എനിക്ക്. അവരുടെ ഉത്സവങ്ങളുടെ സമയത്ത്, ഫെസ്റ്റിവലിന്റെ സമയത്ത് ഗ്യാസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ബനാന വെച്ചേക്കും. വരുന്നവർക്കെല്ലാം കൊടുക്കും. അവരുടെ ദൈവത്തിന് പൂജിച്ചതാണ്. അത് തിന്നു കഴിഞ്ഞാൽ എനിക്കത് കണിയാണ്. അതെനിക്ക് കണിയായി തരും. എൻ്റെ മദറിൻ്റെ 82 വയസ്സുണ്ട്. മരുന്നും ചെയ്യാതെ പ്രൊഫസറുടെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. സ്കൂളിലൊരു ടീച്ചറുണ്ടായിരുന്നു, ഹിന്ദുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കല്യാണം വന്നു. ഇദ്ദേഹത്തെ അമ്മച്ചിക്ക് വലിയ ഇഷ്ടമാണ്. അതേ അമ്മച്ചിയെ വിളിച്ചുകൊണ്ട് കല്യാണത്തിന് കൊണ്ടുപോയി. അമ്മച്ചി പോത്തില്ലെന്ന് പറഞ്ഞു. അമ്മച്ചിയോട് പറഞ്ഞ് വന്നാൽ മതി, അടുത്താണ് മറ്റേതാന്നൊക്കെ പറഞ്ഞ് അമ്പലത്തിൽ കൊണ്ടുപോയി. അമ്പലത്തിൻ്റെ അടുത്ത് കല്യാണത്തിന് പോയാലും അവരുടെ റിസപ്ഷൻ സെൻറ്ററിൽ പോയല്ലോ, കല്യാണ മണ്ഡപത്തിൽ പോയതുള്ളൂ. അത് അവരുടെ ദൈവം എൻ്റെ അടുത്തിരിപ്പുണ്ടായിരുന്നു. അവിടെ ചെന്നൊന്ന് കഴിച്ചതേ ഉള്ളൂ. വേറെ ഒത്തിരി പേര് പോയി കഴിച്ചിട്ട് വന്നാൽ അവർക്കൊന്നും സംഭവിച്ചില്ല. അമ്മച്ചി പോയി കഴിച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കല്ലിലെ കിടപ്പം 1 മാസം എഴുന്നേക്കാൻ വയ്യ. ഒരു രോഗമില്ല, കട്ടിലേന്ന് എഴുന്നേക്കാൻ ഒക്കത്തില്ല. എഴുന്നേറ്റ് കിടക്കാം, ഒട്ടണം കിടക്കണം, എഴുന്നേക്കാൻ ഒക്കത്തില്ല. അപ്പം ബാക്കി അവിടെ ഒന്നും പല എല്ലാം പോയി കഴിച്ചു. അവർക്ക് അതൊന്നും സംഭവിച്ചില്ല. അപ്പൊ അമ്മച്ചി ഇങ്ങനെ ആരും പ്രാർത്ഥിക്കുകയും ചെയ്തൊന്നും കാണുന്നില്ല. അത് കഴിഞ്ഞ് പ്രവാചകന്മാർ വേണം കേട്ടോ. പ്രവാചകന്മാർക്കെതിരെ ഒന്നും പറയരുത്. കാരണം ശുശ്രൂഷയിലെന്ന ആദ്യം എന്തോന്നു 5 ശുശ്രൂഷയുണ്ട്. ഈ നമ്മുടെ കൈവിരൽ ഓർത്തോണ്ട് ഈ അപ്പോസ്തലൻ എന്ന് പറഞ്ഞ തലവരല്ല. ഈ സ്തോത്രം ഈ വിരലെന്ന് പറഞ്ഞ എന്താണ്? പ്രവാചകൻ. അപ്പോസ്തലനും പ്രവാചകനും ഒരുമിച്ചാണ്.
എൻ്റെ ശുശ്രൂഷ അപ്പോസ്തോലിക ശുശ്രൂഷയാണ്. ജാതികളുടെ ഇടയിൽ പോകുന്ന ശുശ്രൂഷ ദൈവം എനിക്ക് തന്നിരിക്കുന്നു. ഈ അപ്പോസ്തലനും പ്രവാചനം കൂടെ ഒരുമിച്ചാണ്. ഈ അപ്പോസ്തലൻ എവിടെ വേണേലും തൊടാം. അപ്പം ഈ വെള്ളം എന്തോന്നറിയാം, ഇതാണ് ഇവാഞ്ചലിസ്റ്റ്, ഏറ്റവും നീളം കൂടിയ വെള്ളം. അതുകൊണ്ടാണ് ഇവാഞ്ചലിസ്റ്റ് ലോകത്തിൻ്റെ എവിടെ കരയിലും പോകുന്നത്. പിന്നെ ഈ വെള്ളം എന്തോന്നറിയാം, ഇതാണ് പാസ്റ്റേഴ്സ്, ഇതാണ് മോതിരമിടുന്ന വെള്ളം. പാസ്റ്റർ ഈസ് മാരീഡ് ടു ദ ചർച്ച്. പിന്നെ ഈ അണിവെള്ളം എന്തോന്നറിയാമോ, ബാലൻസ് കൊടുക്കുന്ന എന്തോന്നറിയാമോ, ഇതാണ് ടീച്ചർ. ഇതാണ് ടീച്ചർ. അപ്പൊ ഈ വിരലിന് എവിടെ വേണേലും തൊടാം, ഈ അണിവിരലിന് ഇവിടെ തൊടാൻ പോകും. ഇതാണ് ബാലൻസ് കൊടുക്കുന്നത്. ഈ 5 വിധ ശുശ്രൂഷയും സഭയിൽ ആവശ്യമാണ്. 5 വിധ ശുശ്രൂഷയും സഭയിൽ ആവശ്യമാണ്. എനിക്ക് പണ്ട് അറിവില്ലായ്മയുടെ കാലത്ത് ഞാൻ പ്രവാചകന്മാർക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നു, അറിവില്ലായ്മയുടെ സമയത്ത്. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നത് ഡു നോട്ട് ഡെസ്പൈസ് ദ പ്രൊഫസി, ടെസ്റ്റ് എവരിത്തിങ്. ഇപ്പൊ എൻ്റെ വൈഫ് മീറ്റ് കഴിക്കത്തില്ല. ഇപ്പൊ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ബഫെ പ്ലേസ് ചെയ്യുന്ന അവരെ വഴക്ക് പറയേണ്ട ആവശ്യമുണ്ടോ, വഴക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? അവർ മീറ്റ് എല്ലാം അവിടെ എടുത്തു വെച്ചു. നിങ്ങളുടെ കടയിൽ വന്ന മീറ്റാ, എന്തിനാ പറയുന്നത്? None of your business. We don't need to judge anybody. We are not here to judge anybody. We are here to care for one another. Carry the burden of one another. ഇപ്പൊ എൻ്റെ മേൽ ആര് പ്രവചനം പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ടെസ്റ്റ് ചെയ്യും. ഞാൻ ഒരു കാര്യം അവർക്കെതിരെ പറയത്തില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ എനിക്ക് ശാപമായി തീരും. ഞാൻ അവർക്കെതിരെ ഒന്നും പറയത്തില്ല. പക്ഷെ എന്നോട് ഇപ്പം പലരും പല പ്രവചനം പറഞ്ഞു. ഞാൻ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുമ്പം പ്രൈസ് ദി ലോർഡ്, എൻ്റെ ആത്മാവിനെ ക്ലിക്ക് ചെയ്യുന്നില്ല, ഞാൻ എടുക്കുന്നില്ല. ആത്മാവിനെ ക്ലിക്ക് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. എന്താ എടുക്കേണ്ട ആവശ്യം? അവർക്കെതിരെ ഞാൻ പറയത്തില്ല, അത് ഞാൻ റിസീവ് ചെയ്യത്തില്ല, അതെനിക്കുള്ളതല്ല എന്ന് പറയും. എന്ന് പറഞ്ഞ് അവർക്കെതിരെ പറയുന്നത്. അപ്പം പ്രവാചകന്മാരുടെ ആവശ്യമാണ്. ഈ ദാവീദ് വലിയ പ്രൈസിലോട് സങ്കീർത്തനമൊക്കെ എഴുതിയ ആളാണെങ്കിലും ദാവീദിനും പ്രവാചകന്റെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞ കറക്റ്റാണോ? ദാവീദിന് പറയാൻ ഞാനാണ് 23-ാം സങ്കീർത്തനം എഴുതിയ കറക്റ്റാ. എല്ലാ സങ്കീർത്തനവും ഞാൻ എഴുതിയ, നിനക്കും പ്രവാചകന്റെ ആവശ്യമാണ്. എല്ലാവർക്കും പ്രവാചകന്റെ ആവശ്യമുണ്ട്. ദാവീദ് എന്ത് ചെയ്തു? നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുക്ക ചെന്നു. നീ ആ മനുഷ്യൻ. അപ്പൊ പ്രവചന ശുശ്രൂഷ ആവശ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് സ്തോത്രം. ഇവിടെ ഇതാ ഈ ഫസ്റ്റ് സമയം കഴിഞ്ഞു. ഓക്കെ, ഇവിടെ നിർത്തിയേക്കാം. ഞാൻ വേറൊരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ. ഓക്കെ, പരിശുദ്ധാത്മാവ് പറഞ്ഞ പോലെ ചെയ്യും. ആമേൻ. അപ്പൊ ഇന്ന് പോൽക്കാലം നമ്മളെന്തോ പഠിച്ചത്? നമുക്ക് 3 ശബ്ദം: ലോകം, ജഡം, വിശ്വാസം. അപ്പൊ ജഡത്തിന്റെ നമ്മുടെ രഹസ്യഭാവങ്ങളെ കണ്ടുകൊണ്ടാണ്. ആരെയും കുറ്റം പറയാനില്ല. എൻ്റെ ജീവിതത്തിലെ പാവങ്ങൾ കണ്ടുപിടിച്ചു ഉള്ളിരുന്നെങ്കിൽ നമുക്കതില്ല. പിന്നെ ചെയ്യേണ്ട വിഷയമുണ്ട്, സാത്താന്റെ തന്ത്രങ്ങളെ കണ്ടുപിടിക്കും. സാത്താന്റെ തന്ത്രങ്ങൾ പല തന്ത്രമുണ്ട്, 7 തന്ത്രമുണ്ട്. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് സമയം കിട്ടിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ 7 തന്ത്രവും പഠിച്ചു ഉദ്ദേശം തെറ്റിക്കാൻ വന്നത് വരുത്ത്, ഇതൊക്കെ സാത്താന്റെ തന്ത്രങ്ങളാണ്. ഈ സാത്താനെ ഒരു വാക്കോട് പറഞ്ഞു നിർത്തിയ ഒറ്റ മിനിറ്റ് എടുത്ത്. ഈ സാത്താനെ ഈ ഭൂമിയിലാക്കിയ ഉദ്ദേശം ആർക്കെങ്കിലും പറയാമോ? എന്തിനാ ഉദ്ദേശം ആക്കിയത്? ആരെങ്കിലും പറഞ്ഞാൽ ഈ സൈഡില് സാത്താനെ ആക്കിയെന്ന് ഉദ്ദേശിച്ചത്, ഒരു ദൂതം സ്വർഗത്തിൽ നിന്ന് വന്ന് സാത്താനെ പിടിച്ചു കെട്ടി ആ പ്രേതരോട് ബോട്ടംലെസ് പിറ്റിൽ ഇടങ്ങി. എന്താ ഇപ്പൊ ചെയ്തോട്ടെ? ഇപ്പൊ എന്താ ചെയ്യാൻ ഞാൻ? എന്തിനാ സാത്താനെ ആക്കി വെച്ചിരിക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ ഈ സൈഡില്? നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനാ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. ഒരു യുദ്ധമില്ലാതെ എന്തില്ല, ഒരു ജയമില്ല. ഒരു ടെസ്റ്റ് ഇല്ലാതെ നിനക്ക് പ്രൊമോഷൻ ഇല്ല. സാത്താനെ പ്രൈസലോട് യോബിനെതിരെ സാത്താനെ അങ്ങോട്ട് വിട്ടു. എന്തിനാണെന്നറിയാമോ? അവനെ പ്രൂവ് ചെയ്യാൻ, അവന്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ, അവൻ ആരാണെന്ന് മനസ്സിലാക്കിയത് ടെസ്റ്റ് കൂടാ. അപ്പൊ സാത്താനെ ആക്കിയ ഉദ്ദേശം എന്നറിയാം. ഒന്നാമത്തെ ഉദ്ദേശം എന്താണെന്നറിയാമോ? നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ, നമുക്ക് യേശുവിനെ പോലെ ആക്കാനാണ്. അതിനാൽ സാത്താനെ ആക്കിയ ഉദ്ദേശം നമ്മുടെ പ്രജകൾ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ ദൈവത്തിന്റെ പവറിനെ മാനിഫെസ്റ്റ് ചെയ്യാനാണ്.